ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നമ്മളിപ്പോൾ ഫോൺ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഫോണല്ല, ഏത് ഗാഡ്ജറ്റ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും അവർ മിക്ക സ്ഥലത്തും അത്യാവശ്യം വലിയ കടകളാണെങ്കിൽ ഇൻഷുറൻസ് തലയ്ക്ക് വയ്ക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം തന്നെ പറയാം. നമ്മളൊരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ പുറത്ത് കാണിച്ചുതരാം ലൈവായിട്ട്. അല്ല, ഞാൻ ഓൾറെഡി കുറച്ച് പ്രൊഡക്ട്സ് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൽ തന്നെ കാണിച്ചു തരാമല്ലോ. ഫ്ലിപ്കാർട്ട് സെക്യൂർഡ് എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കും. ഒരു മിനിറ്റ്. അപ്പം ഞാനൊരു മൊബൈൽ ഫോൺ തപ്പി. ഏത് മൊബൈൽ ഫോണാണ് തപ്പുക? ഈ ഇൻഷുറൻസിൻ്റെ പരിപാടി ഉണ്ടല്ലോ, ഒരു നല്ല ലാഭമുള്ള പരിപാടി. അതുകൊണ്ടാണ് മരെല്ലാം ഇൻഷുറൻസ് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ടാഗ് ലൈൻ കൊടുക്കാൻ തന്നെ കാരണം. ഇൻഷുറൻസ്, ഈ ഗാഡ്ജറ്റ് ഇൻഷുറൻസും കൺസ്യൂമർ ഐറ്റംസിലൊന്നും ഇൻഷുറൻസ് ഒരിക്കലും എടുക്കരുത്. തനി തട്ടിപ്പ് പരിപാടിയാണ്. മര ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചു നോക്കിയാണ്ടല്ലോ, നിങ്ങൾക്ക് ഒന്നത് വായിച്ചു നോക്കണമെങ്കിൽ ഒരു ദിവസങ്ങളെടുക്കും. ഇപ്പോൾ ChatGPT ഉള്ളതുകൊണ്ട് സുഖമാണല്ലോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഐഫോണിൻ്റെ എടുത്തു. ഇപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ ഇതാ ഷോപ്പ് വിത്ത് പീസ് ഓഫ് മൈൻഡ് ഒരു കാണുന്നുണ്ട് നിങ്ങൾ. ഫ്ലിപ്കാർട്ട് ഷീൽഡ്, ഫ്ലിപ്കാർട്ട് ട്രസ്റ്റ് ഷീൽഡ്, അതാണ് അതിൻ്റെ പേര് വരുന്നത്. കണ്ടു എല്ലാവരും? നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് അപ്പം തന്നെ വരുമില്ലേ? സീറോ എന്നൊക്കെ ഞാൻ കാണിക്കാം, ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാം. പക്ഷേ ഇത് സാധനം ഡെലിവറി ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ ബില്ല് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ഫീസ് ഉണ്ട്. ആ പ്രൊട്ടക്ട് ഫീസ് എന്ന സാധനം ഈ ഇൻഷുറൻസ് ആണ്, 149 രൂപ. അതിലവർ കറക്റ്റായിട്ട് ആ ബില്ല് കറക്റ്റായിട്ട് ഇതിനാവും. നിങ്ങൾ ഓൾറെഡി ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ബില്ലെടുത്ത് നോക്കി നോക്കുക. ഫ്ലിപ്കാർട്ട് പ്രൊട്ടക്ട് ഫീസ് ബ്രാക്കറ്റിൽ ഫ്ലിപ്കാർട്ട് ട്രസ്റ്റ് ഷീൽഡ് അതിന് കൊടുത്തിട്ടുണ്ടായിരിക്കും 149 രൂപ. ഇതിൽ കാണിച്ചേക്കുന്നത് ഫ്ലിപ്കാർട്ട് സീറോ, ട്രസ്റ്റ് ഷീൽഡ് സീറോ. ഇത് നിങ്ങൾക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഉടായ്പിൻ്റെ ആശാന്മാരാണല്ലോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതുമാതിരി ചാർജ് വയ്ക്കുന്നുണ്ട്, ഫ്രീ ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എടുത്ത് നോക്കണം. ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, 48 മണിക്കൂർ ഇഷ്യൂ റിസോൾവ് ചെയ്യും. ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. 48 മണിക്കൂർ പോയിട്ട് 7 ദിവസം കഴിഞ്ഞാൽ കഴിയില്ല. അതുപോലെ തന്നെ 100% റീഫണ്ടാണ്. അതായത് നമ്മൾ എടുത്ത ഉടനെ ഡാമേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, അതാണ് അവർ പറയുന്നത്. പിന്നെ ഡാമേജ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. അവരുടെ ഇതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എടുത്ത് കഴിഞ്ഞാൽ വേറെയാണ് കാണിക്കുക. 8 ദിവസം കഴിഞ്ഞിട്ടൊക്കെ തുടങ്ങുള്ളൂ. ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വിചാരിക്കും വാങ്ങിച്ച ഉടനെ ഡെലിവറി ആയി ഉടനെ തുടങ്ങുന്നു. ഫുൾ ഉടായ്പാണ് ഇൻഷുറൻസിൻ്റെ ഫുള്ള്. ഇത് മാത്രമല്ല, ഇത് ഓൺലൈനിൽ മാത്രമല്ല, ആമസോണിൽ പക്ഷേ ഞാൻ കണ്ടിട്ടില്ല പരിപാടി, ഇൻഷുറൻസിൻ്റെ പരിപാടിയൊന്നും. പിന്നെ നിങ്ങളിപ്പോൾ ഓക്സിജനിൽ പോയി കഴിഞ്ഞാലും അവിടെയുണ്ട് ഇൻഷുറൻസ് പരിപാടി. അവർ പിന്നെ അങ്ങനെ ഞാൻ വാങ്ങിക്കാൻ പോയപ്പോഴൊന്നും ഒരു വട്ടോ 2 വട്ടോ മാക്സിമം ചോദിക്കും, അത് കഴിഞ്ഞാൽ അവർ വിടും. പിന്നെ മൈജിയിൽ ഇത് ഇടയ്ക്ക് ഭയങ്കര രക്ഷയില്ലാത്ത പ്രൊമോഷൻ അവരുടെ മൈജി ഇൻഷുറൻസ്. ഒരു കാര്യം ഈ സാധനം മുമ്പ് എടുക്കരുതില്ല. ഞാൻ മൈജിയിലൊന്നും വാങ്ങിക്കാറില്ല ഒരു സാധനം. പക്ഷേ ലാസ്റ്റ് ഞാൻ ഈ ഒരു ഷോമിയുടെ പാഡ് ആയിട്ട് ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ മൈജിയിൽ നിന്ന് വാങ്ങിച്ചാലെന്ന് വെച്ചാൽ എവിടെ നിന്നും കിട്ടുന്നില്ല. ആമസോണിൽ ഉണ്ടായിരുന്നു, പക്ഷേ ലേറ്റ് ഡെലിവറി കാണിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് മൈജി വിളിച്ച് നോക്കിയപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തത്. സാധാരണ ഞാൻ മൈജി പോലെ ഇവിടെ സ്ഥലത്തൊന്നും വാങ്ങിക്കാറില്ല. എന്നുവെച്ചാൽ ഇത് ശരിക്കും ആമസോണിലും അവരുടെ ഒഫീഷ്യൽ സൈറ്റിലടക്കം 4,499 ആ പ്രൈസ്. അവിടെ വെച്ചപ്പോൾ അവർ പറഞ്ഞാൽ 5,000 രൂപയാണ്. എന്നിട്ട് ഷോമിയുടെ വെബ്സൈറ്റ് എടുത്ത് കാണിച്ചപ്പോഴാണ് അത് അവർക്ക് പ്രൈസ് മാറ്റി തന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇവരെ കുറിച്ച്. അപ്പോൾ അവർക്കും ഉണ്ട് ഇൻഷുറൻസ് പരിപാടി, ഓക്സിജനും ഇവർക്കും ഉണ്ട്. അപ്പോൾ ഇതൊന്നും എടുക്കരുത്. അപ്പോൾ ഓക്സിജനിലൊക്കെ എനിക്ക് 5,000 രൂപയ്ക്ക് എക്സ്ട്രാ, ഇവർക്കും ഉണ്ട് 5,000 രൂപയ്ക്ക് എക്സ്ട്രാ. ഫ്ലിപ്കാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ 149 രൂപയോളം വിചാരിക്കാം. മറ്റവർക്ക് 5,000 രൂപ 3,000 രൂപയ്ക്കാണ് ഇത് പറയുക. അപ്പോൾ ആ സാധനം ഒന്നും എടുക്കരുതില്ല. 10 വയസ്സേക്ക് ഒരു ഉപകാരമുള്ള സാധനം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലഗ്രാന്താവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് ChatGPT അങ്ങനത്തെ ഏതെങ്കിലും സാധനത്തിൽ ഇട്ട് നോക്കുക. അപ്പോൾ അവരതിന് റെഡ് ഫ്ലാഗുകൾ കാണിച്ചു തരും. ഫുൾ ഉടായ്പ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് നോർമൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം തന്നെ അറിയാലോ. അവന്മാർ ഉടായ്പ എന്തെങ്കിലും കാരണവശാൽ നമുക്കത് റിജക്ട് ചെയ്യാൻ നോക്കുള്ളൂ. അപ്പം ഇങ്ങനത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കരുതില്ല. പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നവർ അത് പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് അത് മാറ്റാൻ പറ്റില്ല എന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ട്രസ്റ്റ് ഷീൽഡ് അതൊന്ന് നിങ്ങൾ നോക്കിയാൽ പോയി കഴിഞ്ഞാൽ അറിയാം. ഫ്ലിപ്കാർട്ടിൻ്റെ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ്ലി നിങ്ങളുടെ ബില്ലെടുത്ത് നോക്കി വെക്കുക. അതിൽ പ്രൊട്ടക്ട് ഫീസ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത് ബ്രാക്കറ്റിൽ ഇതിൻ്റെ ആയിരിക്കും ഷീൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ സെയിം സാധനം തന്നെ എന്നിട്ട് 149 രൂപ കൊടുത്തതായിരിക്കും. പക്ഷേ നമ്മൾ ബില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് കാണിക്കുന്നത് 0 എന്നാണ്, ഫ്രീ എന്നാണ് ഇങ്ങനെ. അതാണ് ഉടായ്പ പരിപാടികൾ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ടിഫൈ ചെയ്യാമെന്ന് വന്നു മാത്രം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് പോലും പോട്ടെന്ന് വയ്ക്കാം. പക്ഷേ ഈ 5,000 രൂപ 3,000 രൂപ കൊടുത്തിട്ട് ഈ കൺസ്യൂമർ അതുപോലെ ബജാജ് EMI കാർഡ് വെച്ച് വാങ്ങിക്കുമ്പോഴും അവർക്കും ഉണ്ട് പരിപാടി, ഇൻഷുറൻസിൻ്റെ പരിപാടി. അതൊന്നും എടുക്കരുതില്ല. അത് കമ്പൽസറി എന്നല്ല, ഒരു റൂൾ ഇങ്ങനെ അവർ കമ്പൽസറി ഒന്നും വാങ്ങാനൊക്കെ പറയും. കമ്പൽസറി ഒരു സ്ഥലത്തും കമ്പൽസറി ഇല്ല ഇൻഷുറൻസിന്. അത് വലിയ ലോൺ എടുക്കുമ്പോഴും കമ്പൽസറി ഇല്ല. അവയുടെ റൂൾ അനുസരിച്ച് ഒരു സാധനം എടുക്കുമ്പോഴും കമ്പൽസറി ഇല്ല. ഹോം ലോൺ അടക്കത്തിന് കമ്പൽസറി ഇല്ല. ശരിക്കും ഹോം ലോൺ എടുക്കും, പക്ഷേ ഇൻഷുറൻസ് നല്ലതാണ്. പക്ഷേ അല്ലാത്ത ഈ പരിപാടിയിലേക്കാണ് ഞാൻ പറഞ്ഞത്. ഇവർ അത് കമ്പൽസറി ആണ്. പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ എന്താ പറയുക, ഇത് ഇൻഷുറൻസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലത്ത് കേൾക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതൊന്നും ഒരു കമ്പൽസറി ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊന്നും നോട്ടിഫൈ ചെയ്യുക. ഇതുപോലെ ഗാഡ്ജറ്റ്സുകളും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇൻഷുറൻസ് ഒന്നും എടുക്കാണ്ടിരിക്കുക, ഒരു കാര്യമില്ല, വേസ്റ്റാണ്. ഇത് കേടായി കഴിഞ്ഞാൽ തന്നെ അവന്മാർ തരില്ല. പിന്നെ ഒഫീഷ്യൽ ബ്രാൻഡ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, അത് വേറെ.
ഇപ്പോൾ ആപ്പിളിൻ്റെ ആപ്പിൾ കെയർ പ്ലസ് ഉണ്ട്, അത് പിന്നെയും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാതിരിക്കുന്നതായിരിക്കും. പിന്നെ സാംസങ്ങിനും ഉണ്ട്, അതും അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നുണ്ട്. പക്ഷെ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, വേറെ കാര്യം. അപ്പോൾ അതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അല്ലാത്ത ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവർ വേറെ ഒരു ജീവാസ് എന്നൊരു സാധനമാണ്, ജീവനോ, അത് ആക്ച്വലി ഒരു റിപ്പയറിങ് സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പ്, ഒരു കമ്പനിയായിരുന്നു. അത് ആക്ച്വലി ഫ്ലിപ്കാർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതും വേറെ കാര്യം. ഇവർ തേർഡ് പാർട്ടി നേരെ കാണിക്കുന്നെങ്കിലും സംഭവം ഫ്ലിപ്കാർട്ട് കമ്പനി. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ തന്നെ കാണാം ഫ്ലിപ്കാർട്ടിൻ്റെ ലോഗോ ഒക്കെ. അപ്പോൾ അവരൊരു വേറൊരു ബിസിനസ്സാണത്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല, അത്രയും നല്ല ലാഭം ഉണ്ടാവുന്ന ബിസിനസ്സാണ് ഇൻഷുറൻസ് ഉണ്ടല്ലോ. പിന്നെ പോളിസി ബസാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ ആഡൊക്കെ നിങ്ങൾ റീസെൻ്റ്ലി കണ്ടായിരിക്കും, പേടിപ്പെടുത്തുന്ന ആഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ കോമഡിയാണ്, പറഞ്ഞിട്ട് കയറില്ല. റീസെൻ്റ്ലി ഞാനൊരു പോളിസി ബസാറിനെ എതിരെ വീഡിയോ ഇട്ടുണ്ടെന്ന്, അതിൻ്റെ ഇടയിൽ ഒരുത്തം വന്നിട്ട് കമൻറ്റ്, എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ എംപ്ലോയീസോ അല്ലെങ്കിൽ അതിൻ്റെ വല്ല ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വന്നിട്ട് ഭയങ്കര സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് അടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കൊറോണ വരില്ല, വേറെ കാര്യം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ടിഫൈ ചെയ്യാൻ തോന്നുന്നു മാത്രം. വെച്ചാൽ കുറേ പേര് ഇത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ കസിൻ എടുത്തപ്പോൾ അവൻ ഇതിനോട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് വീഡിയോ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ വെബ്സൈറ്റ് നോക്കാൻ മറക്കണ്ട, jemj.banksupport.in. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാലൻസൊക്കെ എന്താ പറയുക ഈസിലി നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കിയിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട, എല്ലാം സെറ്റ് ആപ്പിൻ്റെ ലിങ്കുകളാണ്, പ്ലേ സ്റ്റോറിലുള്ള ആപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാലത്തിൻ്റെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാം കമൻറ്റ് റിപ്ലൈ ആണ്. അടുത്ത വീഡിയോ കാണാം.